ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞ ആദ്യം നമുക്ക് നിഫ്റ്റി ആദ്യം നമ്മൾ പറഞ്ഞ ലെവലുകളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്തു. നമ്മുടെ ബോക്സിൽ തന്നെയാണ് മാർക്കറ്റ് ഇന്ന് നിലനിന്നത് ഇല്ലേ. നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. നമ്മൾ ഏകദേശം നമ്മുടെ ഗ്രൂപ്പിലുള്ള പിന്നെ ഉള്ളവർ നമ്മൾ രാവിലെ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ട്രേഡ് അവസാനിപ്പിച്ചു ഇല്ലേ. ഒരു മണിക്കൂർ കൊണ്ട് ട്രേഡ് അവസാനിപ്പിച്ച് നമ്മൾ പരിപാടി അവസാനിപ്പിച്ച് അവരവരുടെ വഴിക്ക് പോയി. അപ്പോൾ ഇന്നലെ നമ്മൾ 20 മിനിറ്റ് കൊണ്ട് ട്രേഡ് അവസാനിപ്പിച്ച് നമ്മൾ അവരവരുടെ വഴിക്ക് പോയി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ട്രേഡ് ചെയ്യുക. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുക, പരിപാടി പുസ്തകം മുടക്കുക, നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. ഇത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇനി അങ്ങോട്ട് വരുന്ന നാൾ ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ പറഞ്ഞ് അത് അലമ്പാക്കുന്നില്ല. വരും ദിവസങ്ങളിൽ നമ്മുടെ മാർക്കറ്റ് വലുതായിട്ടൊന്നും മൂവ് ചെയ്യാനുള്ള സാധ്യതകൾ ഒന്നും മുന്നിൽ കാണുന്നില്ല. ഓക്കെ, ഞാൻ അതിനെപ്പറ്റി വീഡിയോ പറയുന്നുണ്ട്, അത് വിട്ടുകളാം. അപ്പം ഇന്ന് മാർക്കറ്റ് നമ്മൾ പറഞ്ഞ ബോക്സിൻ്റെ അതേ റേഞ്ചിലാണ് ഇന്ന് കളിച്ചത്. ഫസ്റ്റ് നമ്മൾക്ക് ആദ്യം ഇന്നത്തെ ഓപ്പണിങ് നമുക്കൊരു ഗ്യാപ്പ് ഡൗൺ തന്ന് നേരെ മാർക്കറ്റ് ചെറിയ ഗ്യാപ്പ് ഡൗൺ കണ്ട തന്നെ അല്ലേ. അപ്പം തന്ന് മാർക്കറ്റ് പിന്നെ മുകളോട്ട് പോകും എന്ന് ഒരു പ്രതീതി വരുത്തി തീർത്തു. ഇവിടെ നോക്കിക്കേ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഏകദേശം ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. ചെറിയൊരു ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തതാണ് എൻ്റെ ഓർമ്മ. ഒരു സെക്കൻഡ് ഞാൻ നോക്കിക്കോട്ടെ. ഏകദേശം 40-45 പോയിൻ്റാണ് ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത് ഇല്ലേ. ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് കുറച്ച് ഇവിടെ ഉണ്ടല്ലോ കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്തു. അതിന് ശേഷം മാർക്കറ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ചിട്ട് അവസാനം എന്ത് ചെയ്തു, മാർക്കറ്റ് ഒരു നല്ല ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തു. നിങ്ങൾ ആ ഒരു സംഭവം മനസ്സിലാക്കണം. ഒരു നല്ല സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ അവിടെ ഫോം ചെയ്തു. അപ്പോൾ ഇതുകൊണ്ട് അർത്ഥം, അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു സ്ട്രോങ് ക്യാൻഡിൽ കണ്ടുകൊണ്ട് നാട്ടുകാർ മുഴുവൻ എന്ത് ചെയ്തു, മാർക്കറ്റ് ഇന്ന് ബോക്സ് ബ്രേക്ക് ചെയ്ത് വെളിയിലോട്ട് പോകും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നല്ലൊരു അപ്സൈഡ് കാണും എന്നുള്ള ഒരു ധാരണയിൽ ആൾക്കാർ ഒരു പക്ഷെങ്കിൽ എടുത്ത് കാണാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം മാർക്കറ്റ് ഇവിടെ ഇത്രയും ഇന്ന് ഗ്യാപ്പ് അപ്പ് തന്നതിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ നമുക്ക് കിട്ടി ഇല്ലേ. സ്ട്രോങ് ക്യാൻഡിൽ കിട്ടി കഴിഞ്ഞതിന് ശേഷം അടുത്ത ക്യാൻഡിൽ അതും മോളോട്ട് പോയി ഗ്രീൻ ഫോർമേഷൻ വന്നതിന് ശേഷമാണ് മാർക്കറ്റ് ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്യാൻഡിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഒരു സെക്കൻഡ് വലുതാക്കാം, എന്നാൽ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഈ ക്യാൻഡിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് നമ്മൾക്ക് ഇതിന് പറയുന്നത് ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന ക്യാൻഡിൽ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ ഒരു സ്ട്രോങ് ഇത് നോക്കി നല്ല ഫുൾ ബോഡി ഉണ്ട് ഈ ക്യാൻഡിൽ അല്ലേ. അപ്പം ഇത് കണ്ട് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്, മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. പക്ഷെങ്കിൽ അതിന് അടുത്ത ക്യാൻഡിൽ ഇത് നോക്കി, ഇതിൻ്റെ വോളിയം നല്ല വോളിയമാണ്. അതിൻ്റെ അടുത്ത ക്യാൻഡിൽ മോളോട്ട് ഗ്രീൻ വരെ പോയി, അതിനുശേഷം അവിടുന്ന് റിജക്ഷൻ വന്ന് ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ട്രേഡ് എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കുന്നില്ല. രണ്ടാമത്തെ ക്യാൻഡിലും ഇതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് മോളോട്ട് പോയിട്ട് അതുപോലെ തന്നെ റിജക്ഷൻ വന്നു. മൂന്നാമത്തെ ക്യാൻഡിലും ഇതുപോലെ തന്നെ മുകളിൽ ഗ്രീൻ പോയിട്ട് നേരെ റിജക്ഷൻ വന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ട്. ഈ സംഭവത്തിൽ ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ട്. എന്താ സംഭവം അറിയാമോ? ഒരു ഫസ്റ്റ് ക്യാൻഡിൽ, ഈ ഗ്രീൻ ക്യാൻഡിൽ ബുള്ളിഷ്, നമുക്ക് മാർക്കറ്റ് അപ് ട്രെൻഡ് പോകുന്ന ഒരു ധാരണയിൽ നമ്മൾ ഇരിക്കുന്നു. അതിനുശേഷം ഒരു റെഡ് ക്യാൻഡിൽ വീണു ഇല്ലേ. ഇവിടുന്ന് റിജക്ഷനാണ്, ഇത്ര റിജക്ഷൻ വന്നൊരു ക്യാൻഡിൽ വീണു. അതിനുശേഷം അടുത്ത ക്യാൻഡിൽ വീണത് എവിടെയാണ്? ഈ ക്യാൻഡിലിൻ്റെ താഴെയാണ് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കുന്നത്. ശരിയല്ലേ? ഈ ക്യാൻഡിൽ താഴെയാണ് ഇവിടെ ക്ലോസ് ചെയ്തേക്കുന്നത്. അതിനുശേഷം അടുത്ത ക്യാൻഡിൽ എന്ന് സംഭവിച്ചേ, അടുത്ത ക്യാൻഡിൽ വീണത് മോളിൽ പോയെങ്കിലും ഇത് ക്ലോസ് ചെയ്തേക്കുന്നത് ഈ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ താഴെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഈ 3 ക്യാൻഡിൽ ഇങ്ങനെ റിജക്ഷനോട് കൂടെ ഇങ്ങനെ താഴെ ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് കാര്യം ഉറപ്പിക്കാം. എന്താണ്? നമുക്ക് ഇവിടെ SL ഇട്ടോണ്ടോ അല്ലെങ്കിൽ ഇത് SL ഇട്ടോണ്ടോ നമുക്ക് ഇവിടുന്ന് ഒരു PE പ്ലാൻ ചെയ്യാം. കൃത്യമായിട്ട് ഞാൻ ഇത് നമ്മുടെ യൂട്യൂബിൻ്റെ ഗ്രൂപ്പിനകത്തിൽ ക്ലിയർ ആയിട്ട് ഞാൻ വരച്ചിട്ടിട്ട് ശേഷം ഞാൻ പറഞ്ഞു, ഇതായിരിക്കും നിങ്ങളുടെ SL. ഇത് നിങ്ങളുടെ SL വെച്ചുകൊണ്ട് നിങ്ങൾക്ക്
ഞാൻ ട്രേഡ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഇതായിരിക്കും നിങ്ങളുടെ എസ് എൽ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അർത്ഥം മനസ്സിലാക്കിക്കോണം. ഇത് എസ് എൽ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ടായിരിക്കുമല്ലോ മാർക്കറ്റ് വരുന്നത് അല്ലേ. ഞാനിങ്ങനെ പറഞ്ഞു. എത്ര പേര് ട്രേഡ് എടുത്തു എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ എടുത്തവരൊന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. അതിനുശേഷം മാർക്കറ്റ്, അപ്പോൾ നമ്മുടെ എസ് എൽ ഇതാണ് അല്ലേ. അതിനുശേഷം മാർക്കറ്റ് നല്ല സൂപ്പറായിട്ട് നമുക്ക് നല്ലൊരു ക്യാപ്ചർ തന്നു. ഏകദേശം 23,900 70 രൂപയിൽ നിന്ന് ഇവിടെ വരെ ഏകദേശം എങ്ങാണ്ട് 180 രൂപ പോയി. 180 രൂപ ഈ രാവിലത്തെ 1 മണിക്കൂർ കൊണ്ട്. അതായത് ഇത് നോക്കി 5, 10, 15, 20, 25, 30, 35, 40, 45, 50, 55 55 മിനിറ്റ് കൊണ്ട് നമ്മൾ ട്രേഡ് അവസാനിപ്പിച്ചു. 70 നിന്ന് 180. നമ്മുടെ കുറേ സ്റ്റുഡൻസ് അവർ ഏകദേശം 100 റേഞ്ചിൽ നിന്ന്, ഞാൻ 100 എടുത്ത കേട്ടോ ഈ കോള്, 100 എടുത്തായിരുന്നു. 100, 90 എടുത്ത ആൾക്കാരുണ്ട്. ഒക്കെ ന്യായമായി പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇവരൊക്കെ ഇറങ്ങി എന്ത് ചെയ്തു, ഇവരെല്ലാവരും അവരവരുടെ പണിക്ക് പോയി. ഞാൻ പ്രത്യേകം നമ്മുടെ യൂട്യൂബിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, നിങ്ങൾ പരിപാടി അവസാനിപ്പിച്ച് എന്തെങ്കിലും വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് തേങ്ങ പതിച്ച് കൊടുക്കുവോ, അല്ലെങ്കിൽ തേങ്ങ തിരുമ്മി കൊടുക്കുവോ, അല്ലെങ്കിൽ അയ്യത്ത് പിന്നെ തെങ്ങുണ്ടെന്നുണ്ടെങ്കിൽ തെങ്ങിന് തടവെടുക്കുവോ, അല്ല വാഴ പിരിച്ചു വെക്കുവോ, ചേനയ്ക്ക് കുഴി എടുക്കുവോ, എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് നിങ്ങൾ വേറെ ഇതിന് മുന്നിൽ ഇറങ്ങി പോകാൻ ഞാൻ യൂട്യൂബ് ഗ്രൂപ്പിനകത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളത് ചിരിച്ച് തള്ളിയെങ്കിലും ഞാൻ സത്യാവസ്ഥയിൽ പറയാം. അതിനുശേഷം മാർക്കറ്റിൽ എന്തെങ്കിലും നടന്നോ? നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എന്തെങ്കിലും നടന്നോ? ഇങ്ങനെ ഉരുകിത്തീരുവല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായോ? ഒരു പ്രയോജനം ഉണ്ടായില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് ഇവിടെയാണ് ന്യായത്തിൻ്റെ പ്രസക്തി. മനസ്സിലായോ? ന്യായത്തിൻ്റെ പ്രസക്തി ഇവിടെയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു കച്ചവടം നടന്നു. ഇവിടെ ഒരു ഹ്യൂജ് ക്യാൻഡിൽ ഇവിടെ വന്നു. അത് എന്തോ പിന്നെ സ്റ്റോക്ക് ഇൻഡെക്സിനകത്തിൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്തോ നടത്തി, എന്തോ സെൽ ഓഫ് നടത്തി. ഇത് എന്താ കൈമാറ്റം ചെയ്ത ബൾക്ക് ഓർഡർ, അല്ലെങ്കിൽ വലിയ പിന്നെ ബൾക്ക് ഓർഡറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുമ്പം ഒരാൾ വിറ്റു, അടുത്ത സ്പോട്ടിൽ തന്നെ വേറൊരാൾ ഇത് വാങ്ങിച്ചു. അതാണ് ഈ ഒരു പ്രൈസ്. ഇവിടെ എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു നേർച്ച ലോട്ട് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കിവിടെ കൊടുക്കാൻ പറ്റിയില്ല. ഒരു 23,800 എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനൊരു എത്ര 40 രൂപ 45 രൂപയ്ക്ക് എടുത്ത സാധനമാണ് ഇത്. ഇവിടം വരെ വന്നപ്പോൾ 135 രൂപയായി. പക്ഷേ ഇത് കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല, ഞാൻ ബിസി ആയി പോയതുകൊണ്ട്. ഇങ്ങനെ ഫ്ലാഷ് ആയിരുന്നു. അപ്പോൾ ഓർഡർ ഇട്ട് വെച്ചില്ല, 100 ഒരു ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ട്രിഗറായി. പക്ഷേ 135 എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പം അതാണ് ഓർഡർ ഇട്ട് വെച്ച് നമ്മൾ ട്രേഡ് എടുക്കുകയാണെന്നുള്ളൊരു ഗുണം അതാണ്. ഓക്കെ, അത് പോയി നമുക്കുള്ളതല്ല. അപ്പം ഞാൻ പറഞ്ഞതിന് താല്പര്യം, ഇതിന് ശേഷം നമുക്ക് ആക്ച്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒന്നും സംഭവിച്ചില്ല, ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, പ്രീമിയം മെൽറ്റായി പോയെന്നല്ലാതെ വേറെ ഒരു പ്രയോജനം ഇല്ല. അപ്പം രാവിലെ 1 മണിക്കൂർ കൊണ്ട് ട്രേഡ് അവസാനിപ്പിച്ചവരല്ലേ മിടുക്കന്മാർ അല്ലേ. ഇതുവരെ ഇത്ര രാവിലെ 3:30 വരെ, വൈകുന്നേരം 3:30 വരെ എൻ്റെ ചോട്ടി കുത്തിയിരുന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ഒരു പ്രയോജനം ഉണ്ടായില്ല. അപ്പം ഇവിടെയാണ് നിങ്ങളോട് വീണ്ടും പറയുന്നു, ന്യായത്തിൻ്റെ പ്രസക്തി ന്യായമായി കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് വിട്ടുപോവുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നാളെ എന്താ സംഭവിക്കുന്നത് കൂടുതൽ. നാളെ ഞാൻ ആദ്യം മിഡ് ക്യാപ്പ് ഒന്ന് പറയാം. മിഡ് ക്യാപ്പിൽ നാളെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. മിഡ് ക്യാപ്പിൽ നമുക്ക് നാളെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അത് ഒന്ന് നോക്കിയേക്കാം എന്താണ് സംഭവം. ഇവിടെ മിഡ് ക്യാപ്പിനകത്ത് നമുക്ക് നാളെ ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ, പറയുന്നത് ശ്രദ്ധിച്ചേക്കണേ, നാളെ ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ ബ്ലൂ കളർ ഇതിനും ഈ പച്ച ലൈൻ ഞാൻ കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു മിനിറ്റ്. ഓക്കെ, 791. ഒരു മിനിറ്റ്, ഇതിവിടെ ഇരിക്കട്ടെ. ഇതാണ് കറക്റ്റ്. ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നത് നോക്കി നിങ്ങൾക്ക് അങ്ങോട്ടൊരു കോള് എടുക്കാവുന്നതാണ്. ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്സൈഡ്. ഞാൻ കഴിവതും നാളെ താഴോട്ടാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 12,784 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്കൊരു താഴോട്ടൊരു ഫർദർ ഫോള് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അല്ല ഈ 12,828 ബ്രേക്ക് ചെയ്ത് ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ നല്ലപോലെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോളോട്ടും ചാൻസസ് ഉണ്ട്. അപ്പോൾ മോളോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇതായിരിക്കും. ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് ഓൾറെഡി ഇവിടെ നമ്മൾ വരച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, ഇതായിരിക്കും ചെറിയ ടാർഗറ്റാണ്. ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലൊരു അപ്സൈഡ് ഇവിടുന്ന് മുകളിലോട്ട് കിട്ടും. പക്ഷെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ നാളെ താഴോട്ടാകാനാണ് സാധ്യത. കാരണം ഇതിനകത്ത് നോ ട്രേഡിംഗ് സോണാണ്. ഇവിടുന്ന് താഴോട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്നൊരു ട്രേഡ് ഇങ്ങോട്ട് കിട്ടും. ഓക്കെ, അതിനുശേഷം അത് ആ ലെവൽ തന്നെ താഴെ, രണ്ടാമത്തെ ലെവൽ താഴെ, ഈ രണ്ട് ലെവൽ മാത്രമേ ഞാൻ ഇതിനകത്ത് വരയ്ക്കുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ട്രേഡ് നാളെ നമുക്ക് നോക്കാവുന്നതാണ്. ഇതിനകത്ത് നോ ട്രേഡിംഗ് സോണാണ്. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് തിരിച്ചു വരണം, അല്ലെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ചു പോകണം. രണ്ടിടത്തും ഇവിടുന്നോ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ അതെങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതനുസരിച്ച് ഒന്നും ചെയ്യാൻ. ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോളോട്ട് ഇവിടം വരെ നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് ഇവിടം വരെ. താഴോട്ട് പോരുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ കിട്ടും. ഇങ്ങോട്ടൊന്ന്, അടുത്ത ടാർഗറ്റ് ഒന്ന്. അങ്ങനെയാണ് മിഡ് ക്യാപ്പിൻ്റെ കാര്യം. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഓക്കെ, അടുത്ത നമുക്ക് നിഫ്റ്റിയിലോട്ട് വരാം. നിഫ്റ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഇവിടെ വരച്ചിട്ടത് ഓൾറെഡി കൃത്യമായിട്ട് ഞാൻ ഓൾറെഡി എല്ലാം പറഞ്ഞു. ഇനി അവിടെ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമുക്കിനി ഈ ലൈൻ്റെ ആവശ്യം ഇല്ല, ഈ ബ്ലൂ ലൈൻ്റെ ആവശ്യം ഇല്ല. ഈ ബ്ലൂ ലൈൻ നമുക്ക് വേണ്ട. ഇതെന്താണ്, കട്ടാകുന്നില്ലല്ലോ. ഓക്കെ, ഈ സപ്പോർട്ട് ലൈൻ, ഈ ബ്ലൂ ലൈൻ അതുപോലെ തന്നെ വേണം നമുക്ക്. ഇതിനകത്ത് ഇത് രണ്ടാമത്തെ ലൈൻ, ഇതും ബ്ലൂ ആക്കിയേക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് മോളോട്ട്. ബാക്കിയെല്ലാം അവിടെ കിടപ്പുണ്ട്. ഓക്കെ, താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡൗൺ ട്രെൻഡ് തുടങ്ങും. പക്ഷേ കൺഫർമേഷൻ എങ്ങനെയാണ്, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ താഴോട്ട് മാത്രമേ നമുക്ക് ടാർഗറ്റ് ഉള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ കിടപ്പുണ്ട് അതുപോലെ തന്നെ. കാരണം ഇന്ന് മാർക്കറ്റ് എങ്ങോട്ടും പോയില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇവിടെ തട്ടി തിരിച്ചു വരണം, അല്ലെങ്കിൽ ഇവിടെ താഴെ സപ്പോർട്ട് നേരെ തിരിച്ചു പോകണം. ഇത് രണ്ട് അവസ്ഥയാണ് നമുക്കുള്ളത്. അതിനുശേഷം ബ്രേക്ക് ചെയ്യുന്ന എങ്ങോട്ടാണ് നോക്കി നമുക്ക് കറക്റ്റായിട്ട് ട്രേഡ് എടുക്കാം. ഈ ബോക്സ് പൊട്ടിച്ച് ഒരു 5 അല്ല 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നല്ലൊരു അപ്സൈഡ് നമുക്ക് കിട്ടും. ഈ ട്രെൻഡ് പൊട്ടിച്ച് കഴിഞ്ഞാൽ താഴോട്ടും നമുക്ക് നല്ലൊരു ഫോളിനുള്ള സാധ്യത ഉണ്ട്. ഈ രണ്ട് ഓപ്പർച്യൂണിറ്റി ആണ്. ഇന്ന് ഞാൻ പറഞ്ഞ പോലൊക്കെ തന്നെ മാർക്കറ്റ് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിനകത്തിൽ, ഗ്രൂപ്പിനകത്തിൽ കൃത്യമായിട്ട് എല്ലാ കാര്യം പറഞ്ഞു. ആ ലെവലിലൊക്കെ അതുപോലെ തന്നെ റെസ്പെക്ട് ചെയ്തു. ഓക്കെ, നിങ്ങൾ ട്രേഡ് എടുത്ത് വിജയിച്ചവർ, ഓക്കെ, നമ്മുടെയൊക്കെ ന്യായം പ്രോഫിറ്റ് എടുക്കുന്നവരൊക്കെ എണ്ണം ആൾക്കാർ കൂടി വരുന്നുണ്ട്. ഓക്കെ, കണ്ടത് സന്തോഷമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് തന്നെ പിന്തുടരുക. 2025 ഇത് തന്നെ മുറുകെ പിടിക്കുക. ഈ ന്യായം പരിപാടി തന്നെ മുറുകെ പിടിച്ച് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർഷാവസാനം നിങ്ങളുടെ പോർട്ട്ഫോളിയോ പച്ച കത്തിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത വർഷം ഞാൻ പുതിയ 1-2 കാര്യങ്ങളോട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ അതിനകത്തിൽ ജോയിൻ ചെയ്യാനുള്ളൊരു അവസരം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിനെപ്പറ്റി വിശദമായിട്ടുള്ള കാര്യം ഞാൻ പറയാം. ഓക്കെ, ഇത് പറഞ്ഞുകൊണ്ട് ആരും എൻ്റെ ഇൻബോക്സിലോട്ട് പിന്നെ വലിച്ചു വാരി മെസ്സേജ് ഇടണ്ട. ഞാൻ എല്ലാത്തിനും സമയം വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് ഞാൻ കാര്യങ്ങളെല്ലാം പറയാം. ഓക്കെ, അന്നേരം ഇപ്പം നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇപ്പം എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.